പ്രിയമുള്ള സഹോദരി വിമല അവരുടെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണ മോതിരം ഊരി എനിക്ക് തന്നിരിക്കുകയാണ്. ഇതുപോലെ ഇനി വരുന്ന പറയണത് ഇവരൊക്കെ പുറത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട്. വെങ്കിടകിൽ നിന്ന് നല്ലൊരു പ്രതീക്ഷയായിരിക്കും സ്ത്രീകൾ മാത്രമേ തരുന്നുള്ളൂ. ഈ ചോദ്യം അവരുടെ കയ്യിലാണ് ആഭരണങ്ങളുള്ളത്. അതൊക്കെ നമ്മളൊക്കെ വെള്ളിയുള്ള ടി എൻ പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അതിന് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയെല്ലാം തന്നെ ഇവിടെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള സംഭാവനകളെല്ലാം തന്നെ ചെയ്യുന്നു. വള ഊരിക്കൊടുത്താണ് പ്രവർത്തന ഫണ്ടിലേക്ക്, അല്ലെ? പേരെങ്ങനെയാണ്? എന്റെ പേര് ഗ്രേസി ജേക്കബ്, വെങ്കടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരു 20 വർഷത്തോളമായിട്ട് മെമ്പറായിട്ട്, ബ്ലോക്ക് മെമ്പറും അതുപോലെ മെമ്പറായി, ഇപ്രാവശ്യം പ്രസിഡന്റായി. എനിക്കറിയാം ഒരു സ്ഥാനാർത്ഥിയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഒരു അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഞങ്ങൾക്കിപ്പോൾ 10 കൊല്ലമായിട്ടൊരു ഭരണം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഗൾഫ് നാടുകളാണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾക്ക് പ്രതിസന്ധി ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാം, ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ അവരുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ടാണ് പശ മേടിച്ച് കുറുക്കിയും അതുപോലെയുള്ള കാര്യങ്ങളും പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ടിയനെ അവർക്കൊക്കെ സംരക്ഷിക്കാനും കൊടുക്കാനും ഇല്ല എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വള ഞാൻ അദ്ദേഹത്തിന് പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ നോമിനേഷൻ കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ കൊടുത്തു. അപ്പൊ അത് എല്ലാവർക്കും ഒരു മാതൃകയാക്കാനും കൂടിയാണ്. കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞ കാരണം ഞങ്ങളുടെ ടിയ ഒന്നും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ടിയൻ ഇതുപോലെ തന്നെ ഈ ജനോപകാരപ്രദമായ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ NPK ആയിട്ട് നമുക്കറിയാം, സ്നേഹതീരം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും. ഇനി ഞങ്ങൾക്ക് കുറെ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ UDF തന്നെ സാധിക്കുള്ളൂ. കാരണം തുടങ്ങി വെച്ച പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാതെ വന്ന ഈ അവസരത്തിൽ അതിന് ഞങ്ങൾക്ക് ഉത്തമമായിട്ട് ബോധ്യപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ടിയൻ. അപ്പൊ ആ ടിയന് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം ജയിച്ചു വന്നെങ്കിൽ മാത്രമാണ് ഈ മണലൂരിന്റെ ഇനി പൂർത്തിയാക്കാനുള്ള വികസനം പൂർത്തിയാകൂ എന്നുള്ള ഒരു ലക്ഷ്യബോധ്യം ഞങ്ങളിലുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു സ്നേഹവും സൗഹാർദ്ദവും. എന്നെ ഭയങ്കരമായൊരു അസ്വസ്ഥപ്പെടുത്തി. കലക്ടറേറ്റിൽ നോമിനേഷൻ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് എന്ന് പറഞ്ഞ ചേച്ചി, എന്റെ മൂത്ത ചേച്ചിയുടെ പ്രായമുള്ളൂ, പെട്ടെന്ന് ഒരു മിനിറ്റ് പെട്ടെന്ന് കൈമുട്ടിട്ട് മല ഒരു ഇതിലാണ്. ഞാൻ വിചാരിച്ചത് ഒരു ഭയങ്കര തമാശക്ക് അല്ല, ഇലക്ഷന് പൈസ ഇല്ലാന്നറിയാം. ഗൾഫിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ് നമ്മൾ സഹായിക്കാറ്. ഗൾഫിൽ യുദ്ധം വന്ന കാരണം ഒരാൾക്കും അവിടെ നിന്ന് ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. പോസ്റ്റുകളില്ല, ബോർഡില്ല, ചുവര് എഴുതാൻ ഭയങ്കര പ്രയാസം. ഇപ്പോൾ അവിടെ പ്രവർത്തകന്മാര് അവര് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് ബോർഡ് അടിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ 1.25 പവൻ സ്വർണ്ണമുണ്ട്, വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞു തന്നു. ഞാനിപ്പോ അത് കൊണ്ടുപോയി വിറ്റു. ഞാൻ കൊണ്ടുപോയിട്ട് ആ സ്വർണ്ണമോളെ ഞാൻ കൊണ്ടുപോയി വിറ്റു. പക്ഷെ അതെനിക്ക് വേറൊന്നും ഉണ്ടല്ലേ, അത് ഒരു ഈ നിൽക്കുന്നൊക്കെ എന്റെ പെങ്ങന്മാരാ. എനിക്കൊരു സന്ദർഭമാണ് ഞാൻ പെങ്ങൾക്ക് ഇത് ഒരു ആങ്ങളെ പെങ്ങൾക്ക് ഒരു പെങ്ങൾ ആങ്ങളിക്ക് തന്ന പോലെ തന്നാണല്ലോ. അതേപോലെ ആങ്ങളിക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, പെങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ കൊടുക്കാൻ. അങ്ങനെ വന്നാൽ കൊടുക്കും. പക്ഷെ ഇത് എനിക്കൊരു എന്താ വികാരമാണ്. ഇതേപോലെ തന്നെ 500 രൂപ തരുന്നവർ, 1000 രൂപ തരുന്നവർ, കെട്ടിവെക്കാൻ വേണ്ടി ഈ പൈസ തന്ന തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ എന്റെ മകനെ പഠിപ്പിച്ച ശശിമാഷ് ഉൾപ്പെടെ അങ്ങനെ നിരവധി പേര് അവരുടെ നമ്മൾ വഴി കൂടെ കൈ കാണിച്ചു നിർത്തിയിട്ട് 500 രൂപ തന്നവരുണ്ട്, 100 രൂപ തന്നവരുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. അതിനൊരു പ്രചോദനം പ്രിയമുള്ള ഗ്രേസി ചേച്ചിക്കുണ്ട്. എന്തായാലും തനിക്ക് കിട്ടിയ ഒരു സംഭാവനയുടെ അതിന്റെ ഒരു ആഴം പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. വളരെ സ്നേഹത്തോടെ ഇത്തരം സംഭാവനകളും അതോടൊപ്പം ചെറിയ തുകകളും എല്ലാം തന്നെ തന്നിലേക്ക് ഈ പ്രവർത്തകരുടെ സ്നേഹമായിട്ട് എത്തുന്നു എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ KP ദാനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.